ഉഗ്ര സാധനം കിട്ടിയുണ്ട്. അതെ, ഇത് വിജയ് സാറിന്റെ വീടല്ലേ? അതേലോ. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഇത് വിജയ് സാറിന്റെ വീട് തന്നെയാ. നിങ്ങൾ ആരാ? ഞാൻ യുഗേന്ദർ. ഈ തിങ്സ് നിങ്ങളോട് കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെ ഇവിടേക്ക് പറഞ്ഞത്. ഒരു അപകട സൂചന. നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവരാം. ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നതല്ല. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. 10 minutes later. ഞാന് നിങ്ങളെ കണ്ടതും ഒരുപാട് ഇംപ്രസ് ആയി. എന്താ എന്റെ ഉദ്ദേശം? നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു ദിവസം എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിന്റെ വൈഫാണ്. ബ്ലഡി ഫൂൾ ഇഡിയറ്റ്. കുറച്ചൊക്കെ സംസ്കാരം വേണടാ. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ? അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതിലൊരു 2 ലക്ഷം ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ എടുത്തോളൂ. സത്യം? പരമാത്രം? അതെ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പറയേ, അല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. ഞാൻ വിചാരിച്ചോലല്ല. ആ കാശിങ്ങതാ. അവന്റെ ഒക്കെ ഒരു യോഗം തെണ്ടി. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. 15 minutes later. എന്നാ ശരി, ഞാൻ പോവാണേ. ആ ശരിയെന്നാ, സൂക്ഷിച്ചു പോണേ. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. ഹലോ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. എന്താ ഈ പറയുന്നത്? അത് നമുക്ക് കിട്ടേണ്ട പണമായിരുന്നോ? ചതിച്ചോ ദൈവമേ. എന്നെ തേച്ചതാണല്ലേ? ഞങ്ങളുടെ കാശ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നെ തന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയി അവൻ. വൃത്തിയൊട്ടവൻ. പൊട്ടനും പോയി, പണ്ടനും പോയി, ബോട്ടും കിട്ടി.